ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ, എല്ലാ കൂട്ടുകാരും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മൊത്തത്തിൽ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഒരു Q&A ആയിട്ട്, ചെറിയൊരു Q&A ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് ആൻസർ കൊടുക്കാം. നമ്മൾ കമൻറ്റിൽ എഴുതുമ്പോൾ കുറേ എഴുതുന്നുണ്ട്, പിന്നെ എഴുതാൻ എനിക്ക് സമയമൊന്നും ഇല്ല കേട്ടോ. എല്ലാ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ആത്മകഥ ഇടും, അപ്പം നിങ്ങളെല്ലാവരും കാണണം. എൻ്റെ കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ചിട്ടും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതായിട്ട് ഞാൻ ഇടാം. കുറച്ച് സമയം നോക്കട്ടെ കേട്ടോ. ഞാൻ പിന്നെ അത് പറയുന്ന സമയത്ത് ബഹളം അതൊക്കെ ഒന്നും പറ്റൂലല്ലോ. അപ്പോൾ കുട്ടികളുടെ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് വോയിസ് ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫാമിലിനെ കുറിച്ച് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് ഓരോ ഓട്ടം പോയിക്കാണ്. ഞാനും റിയാസ്ക്കും എൻ്റെ 4 മക്കളും കേട്ടോ. ഞങ്ങൾ പാലക്കാട് ജില്ലയിലാണ് താമസം. പാലക്കാട് നൂർണി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ താമസിക്കുന്നത്. വാടക വീടാണ്. വർഷങ്ങളോളം വാടക മാറി അവസാനം ഞങ്ങൾ ഈ ഭാഗത്ത് വന്ന് പെട്ടത്, വെണ്ണക്കര എന്ന് പറയും. അപ്പോൾ എൻ്റെ മൂത്ത മോളാണ് ഇവള് കേട്ടോ. നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാം. അവളുടെ പേര് റിൻഷിദ ഫാത്തിമ. അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കണേ. ഇനി ഇപ്രാവശ്യം 10ലേക്കാണ് കേട്ടോ. പാലക്കാട് ബിഗ് ബസാർ സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. പിന്നെ എൻ്റെ 2ാമത്തെ മോളാണ് കേട്ടോ. ഇവൾക്കാണ് ഇത്തിരി സുഖമില്ലാത്തത്. അപ്പോൾ നമ്മുടെ കുറേ പുതിയ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും നമ്മുടെ ഫാമിലിയെ കുറിച്ച് അത്ര അറിയില്ല, അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. പിന്നെ പഴയ വീഡിയോസൊന്നും അവർ കാണാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് ഞാനപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാട്ടോ Q&A ആയിട്ട് വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ 2ാമത്തെ മോൾ കേട്ടോ. ഇവളുടെ പേര് ഫാത്തിമ എന്നാണ്. അവൾക്ക് ഇത്തിരി കംപ്ലൈൻ്റ് ഉണ്ട്, ഓട്ടിസമാണ് അവൾക്ക്. അവൾ സംസാരിക്കൊന്നുമില്ല. ബുദ്ധി നമ്മൾ പറയുന്നത് അത്രയൊന്നും അറിയില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം ഇപ്പോൾ അൽഹംദുലില്ലാ വന്നിട്ടുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അവൾക്ക് കുറച്ച് ഇങ്ങനെ തുപ്പണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അതാണ് അവൾ ഇങ്ങനെ തുപ്പാൻ ഇങ്ങനെ ഇത് നോക്കുന്നത്. അപ്പോൾ അവളുടെ പേര് ഫാത്തിമ എന്നാണ്. അവൾക്ക് 12 വയസ്സായി കേട്ടോ. അവൾക്ക് 12 വയസ്സായി. പക്ഷേ സംസാരിക്കൊന്നുമില്ല. മുടി വളർത്താമെന്ന് വിചാരിച്ച പേര് നിറയുണ്ട്. എത്ര എടുത്താലും പോണില്ല. അതുകൊണ്ടാണ് കേട്ടോ മുട്ടടിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ 3ാമത്തെ മോനാണ് കേട്ടോ. അപ്പോൾ അതാ ഇടുവാ അവനിക്ക് വീഡിയോയിൽ വരാൻ വലിയ മാനക്കട, പെണ്ണുങ്ങളെക്കാട്ടി മാനക്കടാണ് കേട്ടോ എനിക്ക്. ഞാൻ അവനെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അവളുടെ കഴിഞ്ഞ് ഇവളാണ് കേട്ടോ നാലാമത്തെ കുട്ടി. 3 പെണ്ണും 1 ആണുമാണ് എനിക്ക്. ഇവളാണ് ലാസ്റ്റത്തെ നമ്മുടെ അടിച്ചെട്ടി. നിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. റജിവ ഫാത്തിമ എന്നാണ് കേട്ടോ അവളുടെ പേര്. അവളുടെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് കേട്ടോ, അവളെ കൊണ്ട് ചോദിക്കാം. അപ്പോൾ ഫോൺ ചെറുതായിട്ടൊന്ന് നീങ്ങാൻ നോക്കിയിട്ട് അപ്പം ഞങ്ങളൊന്ന് ശരിയാക്കിയതാണ്. ഇനി വീഴുണ്ടെന്ന് നോക്കിയോ, വീണ എൻ്റെ മുതൽ പോയി കിട്ടും. അപ്പോൾ ഇവളുടെ കുറച്ച് ആഗ്രഹങ്ങൾ ഇവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ചോദിക്കാം, നിന്റെ ആഗ്രഹം എന്താ പറ. ടേബിളോ? ടേബിള്. അവൾക്ക് കുറേ ദിവസമായിട്ട് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ രജിക്കുട്ടിൻ്റെ ആഗ്രഹങ്ങൾ പറയൂ കേട്ടോ. രജിക്കുട്ടി എപ്പോഴും പറയൂ കേട്ടോ എന്നോട്. എന്താണ് എന്ത് വേണം? അവൾക്ക് ടേബിൾ വേണത്ര. ഒരു കുഞ്ഞ് ടേബിൾ വേണവേ. ഇപ്പൊ തന്നെ ഫോണൊക്കെ വേണം. എന്തിനാണ്? ആർക്ക് വിളിക്കാനാണ്? പിന്നെന്ത് വേണം? എന്ത് കസാല? വലുതാ ചെറുതാ? കുഞ്ഞി കസാല മതി അത്ര. പിന്നെന്താ വേണ്ടി? ചെറുത് മതി അല്ലേ? പിന്നെന്താ വേണ്ടീന്ന്? ബുക്ക് വേണത്ര. പെൻസില്, ബുക്ക്, കട്ടറ്, പിന്നെ ബാഗ് ഓർമ്മ ഉണ്ട് കേട്ടോ. നോക്കടി ബാഗ്. പിന്നെ വെള്ളം കുടിക്കുന്ന ബോട്ടിലാട്ടോ, അതാട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ കത്തി എന്തിനാണ്? ടീച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവളുടെ ആഗ്രഹം. പാത്തിക്കുട്ടിൻ്റെ ആഗ്രഹം എന്താണ്? പാത്തിമക്കുട്ടിൻ്റെ ആഗ്രഹം എന്താണ്? പറ, എന്താ ആഗ്രഹം? അപ്പോൾ ഇവൾക്ക് 4 വയസ്സായിട്ടാ. അന്നൊക്കെ ഇനി ഒന്നും ഉണ്ടരുത്. ഇവൾക്ക് 4 വയസ്സ്, ഇവൾക്ക് 12 വയസ്സ്. എനിക്ക് പറഞ്ഞില്ല. അങ്ങനെയാണ് അവളുടെ ആഗ്രഹം കേട്ടോ. അവൾ പറഞ്ഞത് വാങ്ങിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. സ്കൂളൊക്കെ തുറക്കാൻ 2 മാസം ഉണ്ടല്ലോ. പിന്നെ എനിക്ക് വയസ്സ് വന്നിട്ട്, എൻ്റെ പേര് ഫസീല.
എനിക്ക് 34 വയസ്സായിട്ടോ. മെയ് വന്ന 35 പിന്നെ റിയാസ്കാക്ക് 39 റിയാസ്കാക്ക് ഞാൻ മാർച്ചിലാണ് കേട്ടോ ബർത്ത്ഡേ. 39 വയസ്സായി പൂർത്തിയായി. പിന്നെ വന്നിട്ട് ഇവൾക്ക് 12 റിൻഷിമോളുടെ വയസ്സ് വന്നിട്ട് 14 അല്ലേ. മെയ് വന്ന 14 കേട്ടോ അവൾക്ക്. പിന്നെ റിയാസ്ക്ക് ഇതാ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓട്ടോഷോ ഇട്ടാണ് കേട്ടോ. അവിടെ പാലക്കാട് തന്നെയാണ് കേട്ടോ ഓട്ടോഷോ ഇട്ട്. പിന്നെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻകം യൂട്യൂബിൽ നിന്ന് വരുമാനം ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. വന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട്, അതാണ് പണി ഉണ്ടായിരുന്നു ഇടയിൽ. അപ്പോൾ അതങ്ങനെ ഓടി ബാക്കി വീട് പിന്നെ എടുക്കണത്. അപ്പോൾ ഇതാ റിൻഷിക്ക് ഇനി ഇപ്രാവശ്യം 10ാം ക്ലാസ്സാണ്. പിന്നെന്താ ചോദിച്ചത് റിൻഷി? പിന്നെന്താ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു? എല്ലാവരുടെയും വയസ്സൊക്കെ പറഞ്ഞു. റഹീസ് കുട്ടിക്ക് 10 ആവാനായിട്ടോ. റിൻഷി മോൾക്ക് 14 ആവാനായി. ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാ ചാനലും കാണും. നമ്മൾ ഇഞ്ഞതൊന്നൊന്നുമില്ല. എല്ലാവരുടെ വീഡിയോയും കാണും കേട്ടോ. ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഒഴിവ് കിട്ടുമ്പോൾ കാണലുണ്ട്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ചാനലൊക്കെ നമ്മൾ കാണലുണ്ട് കേട്ടോ പോയിട്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും ഇഷ്ടമാണ്. പിന്നെ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെ വീഡിയോയും കാണാൻ ഇഷ്ടമാണ്. പിന്നെ നടൻ അങ്ങനെ പറഞ്ഞില്ലേ, നടന്മാരിനെ ആരുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞില്ലേ. എനിക്ക് മോഹൻലാലിനെ കേട്ടോ ഭയങ്കര ഇഷ്ടം. പിന്നെ റിയാസ്കാക്ക് അജിത്തിനെ കേട്ടോ ഇഷ്ടം. പിന്നെന്തായാലും ചോദിച്ചു റിൻഷി മോളെ? അപ്പോൾ ഇന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വാങ്ങിച്ചു, കറി വെച്ചു, മുളക് കറി വെച്ച് കുറച്ച് പൊരിച്ചു. പിന്നെ ഇവളുടെ സ്കൂൾ വരെ ഒന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്കൂളിൽ നിന്ന് നമുക്ക് ചെറിയൊരു തുക തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, പിന്നെ അവൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഇതൊക്കെ സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയ വർഷം തന്നിട്ടുണ്ടായിരുന്നു, ഈ വർഷവും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് തന്നവർക്കൊക്കെ പഠിച്ചാൽ തോനെ കൊടുക്കട്ടെ കേട്ടോ. ഇനിയും ഇതിലും കൂടുതൽ കൊടുക്കാൻ ആ സ്കൂളിനും അവിടെ ആ കൊടുക്കുന്ന ആൾക്കാർക്കും ഒക്കെ പഠിച്ച ആയുസ്സാരെയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ, എല്ലാവർക്കും അതൊരു ഉപകാരമാവും. പിന്നെ അതൊരു വലിയൊരു മനസ്സല്ലേ അങ്ങനെ കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഇവളെ പോലെ കുറേ ഓരോ ഇവളെക്കാട്ടി മോശമായ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആ സ്കൂളിൽ. കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം വരും. അപ്പോൾ അവൾ ഇന്ന് സ്കൂളിൽ പോയി അവളുടെ ടീച്ചർമാരിനെയൊക്കെ കാണാൻ പറ്റി. നല്ല സ്വഭാവമുള്ള ടീച്ചർമാരും അവിടെ വർക്ക് ചെയ്യണം എല്ലാവരും നല്ല ആൾക്കാരാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായ സ്കൂളും കാര്യങ്ങളൊക്കെ. എന്തായാലും അവിടെ അത്രയും റിസ്ക് എടുത്ത് ആ മക്കളെ അവർ നോക്കുന്നുണ്ടല്ലോ, അതന്നെ വലിയൊരു ഇതാണ് കേട്ടോ. അവർക്കൊക്കെ പഠിച്ച നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ ഈ സമയം ദുആ ചെയ്യുന്നത്. പിന്നെ മിഷ്യൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ ആങ്ങൾ 2 നെയ്റ്റി എടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ. കാണിച്ചു തരാം. ഒരാൾ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി കാണിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ റിയാസ്ക. ഇതാണ് കേട്ടോ റഹീസ്. കുറച്ച് വികൃതിയുള്ള ആളാണ്. ഇപ്പം എനിക്ക് 10 കേട്ടോ വയസ്സ്. 10 ആയില്ലടാ റഹീസ് കുട്ടി, 10 വയസ്സായിട്ടാ. അതവനിക്കാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട് കേട്ടോ. അതിന് ഞങ്ങൾ കൊച്ചിയിൽ പോകണം. കൊച്ചിയിൽ വെച്ചിട്ടാണ് സർജറി ഒക്കെ കഴിഞ്ഞത് ഇവൻ്റെ. അപ്പോൾ എനിക്കിനി ഈ മാസം ഏപ്രിൽ 16 ഉള്ളിലായിട്ടൊരു ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ നിൽക്ക്, എൻ്റെ പേര് പറഞ്ഞു കൊടുത്താ മുഹമ്മദ് റഹീസ് അല്ലേ? വലിയ മാനക്കട കേട്ടോ എനിക്ക്. പറ മുഹമ്മദ് റഹീസ്, ഒന്നുകൂടി പറയ്. ഇപ്പം 2ാം ക്ലാസ്സിലാണ് കേട്ടോ. ഇനി ജയിച്ച 3ൽ കേട്ടോ. ജയിച്ചാ ഇവൻ 3ാം ക്ലാസ്സിൽ എത്തി കേട്ടോ. ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. ചോറ് വന്നത്, ചോറ് കൊടുക്കട്ടെ. അപ്പം ഞാൻ ആ മാക്സിമം കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ 3 കൊല്ലത്തിന് ശേഷം ഞങ്ങളൊരു നെയ്റ്റ് എടുത്താണ് കേട്ടോ. 2 ഉമ്മാക്കും 1 എനിക്കുമാണ്. ഞാനതിൻ്റെ ഉമ്മാൻ്റെ ഒന്ന് മേടിച്ച കേട്ടോ. ഞാൻ ഇപ്രാവശ്യം മാക്സി എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാട്ടോ നെയ്റ്റി നല്ല അടിപൊളി കളർ കേട്ടോ. അത്യാവശ്യം അത്. പിന്നെ റിയാസ്ക്ക് എനിക്ക് നല്ല വില കൂടി ചുരിദാറിൻ്റെ ഇപ്രാവശ്യം എടുത്ത് തന്നു ഇതാട്ടോ. അപ്പോൾ ഒരു മാക്സി കളറ് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വന്നിട്ട് ഇതൊരു കളർ കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ. ഇത് വന്നിട്ടൊരു കാപ്പി കളറാണ്. ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മെഷീനൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടത്. അത്യാവശ്യം ഞാൻ അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അടിച്ചിട്ട് അങ്ങനെ മടക്കിയിട്ട് അങ്ങനെ അടിച്ച. അപ്പോൾ ഇതാട്ടോ നെയ്റ്റി. അടിപൊളി കളർ കേട്ടോ. കളർ മാത്രമല്ല വർക്കും നല്ല സൂപ്പർ ഉണ്ടാവും. അണ്ണം പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചാട്ടോ.
രണ്ടും ഞാൻ അടിച്ചു കൂട്ടാം. ഇത് നന്നായിട്ടുണ്ട് അല്ലേ കാണാൻ? റോസ് കളർ രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ, ഏതാ കൂടുതൽ ഇഷ്ടമായി എന്ന്. എനിക്കിതാട്ടോ ഇഷ്ടമായത് കൂടുതലും, ഇതാ ഇഷ്ടമായി. ഞാൻ ഇന്നത് ഇടണം വിചാരിച്ചു, എന്തായാലും വിഷുവായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട്. നിനക്കോ? നീ മാക്സി ഇടുവോ? ചുവട്ട് മാക്സി ഇടുവോ? പിന്നെ എന്തൊക്കെ ചോദ്യം ചോദിച്ച് റിയാസ്ഖാൻ്റെ വയസ്സൊക്കെ പറഞ്ഞില്ലേ അല്ലേ? റിയാസ്ക്ക് ഓട്ടോ ഷോട്ടാണ്. റിയാസ്ക്ക് എന്നെ കല്യാണം കഴിക്കണം മുമ്പ് ബേക്കറിയിലായിരുന്നു കേട്ടോ, ബേക്കറിയിലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് 2 മാസമൊക്കെ ആയത് കുഞ്ഞ് ഓട്ടോഷോ എടുത്തു, ഓടാൻ പോയി, ഓട്ടം തുടങ്ങി കേട്ടോ. 2 കളർ കേട്ടോ, അടിപൊളിയായിട്ടില്ലേ കളറ്? എനിക്ക് ഇതാ കൂടുതൽ ഇഷ്ടമായി ഇതിനെക്കാട്ടും. എന്താണ് ഞാൻ ഇവിടെ വന്ന ദുഃഖത്തിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടാട്ടോ, മൂന്നാമത്തെ കൊല്ലമാണ്. എനിക്കും കുട്ടികൾക്ക് എടുത്തില്ല, എനിക്കും റിയാസ്ക്കും മാത്രം എടുത്തൊന്നുണ്ടായിരുന്നു. പിന്നെ 3 കൊല്ലത്തിന് ശേഷം അന്ന് ഇപ്പം 6 കൊല്ലം, ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തു തന്നത് കേട്ടോ. പിന്നെ ഞാൻ മാക്സി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പകരം റിയാസ്ക്ക് എനിക്ക് ചുരിദാർ എടുത്തു തന്നു. വൈറ്റ് മോഡലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാം. ഇതുപോലെയില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഞാൻ ആൻസർ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യാണ്. അപ്പോൾ നല്ലൊരു എനിക്ക് തോന്നി ആക്ടിങ് ഒന്നും അത്ര പോരാ, ആ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടാവില്ല, അതെനിക്കറിയാം. എന്നാലും എപ്പോഴും ഡൈമേലപ്പോൾ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഇതാവുമല്ലോ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അതൊക്കെ ഇടാൻ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഡൈമേ ലൈഫായിട്ട് തന്നെ വരാം കേട്ടോ. എൻ്റെ ആക്ടിങ് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടാവും എന്ന് എനിക്കറിയാം, ഇഷ്ടാവില്ല എന്നറിയാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ആത്മകഥ ഇറക്കി നോക്കട്ടെ, അതിനെക്കുറിച്ച് കുറച്ചിങ്ങനെ പാർട്ട് 1 and 2 ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കട്ടെ. പറയാനൊരു ചമ്മലൊക്കെ ഉണ്ട്, എന്നാലും നല്ല ചമ്മലുണ്ട് കേട്ടോ പറയാൻ. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ എന്തിനാ അറിയിക്കണമെന്നൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ. ചിലരിങ്ങനെ പറയും എന്തിനാ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ കുടുംബക്കാരെ എതിർത്ത് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മളെ കുറിച്ച് പറയാൻ നമ്മുടെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, കമൻറ്റും ലൈക്കൊക്കെ അടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കണം. അസ്സലാമു അലൈക്കും.